നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ഫോട്ടോ നോക്കിക്കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കേൾക്കുക. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ലഭിക്കുന്നതാണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യാനായി പോകുന്നത്. വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്രയും വേഗത്തിൽ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോ അട്രാക്ഷൻ ടെക്നിക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിൽ കാണിക്കുന്ന ഈ ചിത്രം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വായനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി ഒരു അറിയിപ്പുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ വിദേശത്തായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ഈ വ്യക്തി മനസ്സിൽ കുറിച്ചു വെക്കുന്നുണ്ട്. കാരണം നാട്ടിലാണെങ്കിൽ പോലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും അധികം പ്രൈവസി ലഭിക്കാത്ത അല്ലെങ്കിൽ സമാധാനം ലഭിക്കാത്ത ഒരു സ്ഥലമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഭാര്യ ഭർത്തൃ ആയാലും അല്ലെങ്കിൽ കമിതാക്കളാണെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അങ്ങോട്ടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങളുമായി ഒരു സന്തോഷകരമായിട്ടുള്ള സംതൃപ്തിയോട് കൂടിയുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കും ഈ കാര്യം അറിയാൻ പറ്റുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളോടത് തുറന്ന് പറഞ്ഞിട്ടും ഉണ്ടാകാം. പക്ഷേ എപ്പോഴൊക്കെയോ എവിടേക്കോ വെച്ച് പാതി വഴി ഉപേക്ഷിച്ചുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു എതിരാളിയുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രണയബന്ധത്തിലോ വളരെയധികം എതിർത്ത് നിൽക്കുന്ന അതിശക്തമായ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷേ ആ തേർഡ് പാർട്ടിയുടെ ഊർജം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി പലതരത്തിലുള്ള നാടകങ്ങൾ ഈ തേർഡ് പാർട്ടിയുടെ മുന്നിൽ അരങ്ങേറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടിയുടെ അതായത് ഈ ജന്മത്തിലെ ശത്രു എന്ന് പറയുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്നതോ സ്നേഹത്തോടെ കഴിയുന്നതോ ഈ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് സന്ദേശം നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതെയാക്കാനും തേർഡ് പാർട്ടിയുടെ ശത്രുത വളരെ നല്ല രീതിയിൽ കുറച്ചെടുക്കുവാനും വേണ്ടി നിങ്ങളുടെ വ്യക്തി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാന്ത്രിക താന്ത്രിക വിദ്യകൾ പ്രവർത്തിക്കുന്നതായിട്ടും അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് അതിനനുസരിച്ച് തേർഡ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടും വഴിതെറ്റിപ്പിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നല്ലൊരു ഭർത്താവാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയാണ് ഈ വ്യക്തി. അത് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പായിട്ടുള്ള ആ ഒരു ജീവിതം അതാണ് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ
ഈ വ്യക്തിയെ ഒന്ന് കാണാൻ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. അതിന് കാരണം ഈ വ്യക്തി മനഃപൂർവ്വം നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. മറ്റാരുമല്ല, ഈ വ്യക്തി തന്നെ സ്വയം തീരുമാനമെടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമാവുന്നത് വരെയും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നാടകം ഇവിടെ അരങ്ങേറുന്നതായി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ അവസാനിക്കാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു സന്തോഷപരമായിട്ടുള്ള സൂചനയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കമിതാക്കളാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായി വിവാഹം ചെയ്യുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. കേവലം ഒരു സമയം പോക്കിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്സാഹപ്രവർത്തികൾ വിചാരിച്ചുകൊണ്ടോ ഒന്നുമല്ല ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. പക്ഷേ സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നിട്ട് ഈ വ്യക്തി വളരെ വിഷമത്തോടു കൂടി ഒറ്റപ്പെട്ടുകൊണ്ടാണ് ദൂരേക്ക് നടന്നു നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ്. പോരാടി വിജയിക്കുവാൻ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്നേഹത്തിന്റെ പാനപാത്രം ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒഴുക്കി കളയുകയില്ല. അതൊരിക്കലും വറ്റിപ്പോവുകയുമില്ല. നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് ആ ഒരു പാനപാത്രവുമായി ഈ വ്യക്തിയുടെ വരവ്. പക്ഷേ ഇന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഈ വ്യക്തി നിങ്ങളെ ഇഷ്ടമില്ലാത്ത രീതിയിലോ ഇഷ്ടക്കേടുള്ള രീതിയിലോ പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വ്യക്തിയുടെ പദ്ധതി തന്നെയാണ്. തേർഡ് പാർട്ടിയെ ഒതുക്കുവാൻ വേണ്ടിയിട്ടും അതിന്റെ സാന്നിധ്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടും തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ശത്രുത എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഈ വ്യക്തിയായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുമൊത്ത് നല്ലൊരു സന്തോഷപരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അത് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മനസ്സിന് വളരെ കാഠിന്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടിയെടുക്കാനുള്ള മനക്കരുത്തുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ദൂരത്തേക്ക് നടന്നു നീങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൂരെ ആയിരിക്കുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ജില്ലയിലേക്കോ പോകുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി സമയം ചെലവഴിക്കാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും സന്തോഷം ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് ദുഃഖം അനുഭവിക്കുന്നു എന്ന് മാത്രം. അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു സാഹചര്യവുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഉണ്ടാവില്ലായിരിക്കാം. ഈ വ്യക്തി ഒന്നും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടും ഇല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കാത്തതിനാൽ നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന സാഹചര്യവും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യവും തുറന്നു പറയും എന്നുള്ള രീതിയിലാണ് നമുക്ക് സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടിയും വളരെയധികം മനോബലത്തോടു കൂടിയും ഇരിക്കുക. ഒരിക്കലും തളർന്നു പോകരുത്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം പോരാടി വിജയിക്കുന്ന ഒരു യോദ്ധാവിന്റെ ഊർജമാണ്. ഈ വ്യക്തി ഏതൊരു വിധേനയും ഏതൊരു സാഹചര്യത്തിലും പരാജയപ്പെട്ട് കീഴ്പ്പെട്ട് മുന്നോട്ട് താഴത്തോട്ട് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും മുന്നോട്ട് കുതിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ ഊർജം നിങ്ങൾക്കും ആവശ്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും നന്നായി പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിനോട് നിങ്ങളെ സംരക്ഷിക്കുവാനും പറയുക. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ. അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നന്നായി മനസ്സിൽ ഉൾക്കൊണ്ട് ഈ വായന കേട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-3 പ്രാവശ്യം തുടർച്ചയായി കാണുവാൻ ശ്രമിക്കുക ഈ വായന.
തീർച്ചയായും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നോ നാളെയുമായിട്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സന്ദേശം ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം മിണ്ടാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സന്ദേശം വ്യക്തമാക്കുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.